വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ഫിലിം സ്റ്റഡീസിലെ റൊമാൻറ്റിക് കോമഡി അതുപോലെ തന്നെ സ്ലാപ്സ്റ്റിക് കോമഡി എന്നുള്ള ഈ ഒരു രണ്ട് ടോപ്പിക്കാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വാട്ട് ഡിഫൈൻസ് എ റൊമാൻറ്റിക് കോമഡി? റൊമാൻറ്റിക് കോമഡി എന്നുള്ളത് ഓൾസോ നോൺ എസ് റോംകോം ഓർ റോംകോം ഈസ് എ സബ് ഷോണർ ഓഫ് കോമഡി. കോമഡീൻ്റെ സബ് ഷോണർ എന്നുള്ളതാണ് ഈ ഒരു റൊമാൻറ്റിക് കോമഡി എന്നുള്ളത്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഫിക്ഷൻ്റെയും കോമഡിയുടെയൊക്കെ സബ് ഷോണറാണ് റൊമാൻറ്റിക് കോമഡി എന്നുള്ളത്. ഫോക്കസ് ചെയ്യുന്നുള്ളത് ഈ ഒരു റൊമാൻറ്റിക് കോമഡി എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുള്ളത് ലൈറ്റ് ഹേർട്ടഡ് അതുപോലെ തന്നെ ഹ്യൂമറസ് പ്ലോട്ട് ലൈൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു ഹ്യൂമറസ് പ്ലോട്ട് ലൈൻസ് എന്നുള്ളത് സെൻറ്റേർഡ് ഓൺ റൊമാൻറ്റിക് ഐഡിയാസ്. ഈ ഒരു ഹ്യൂമറസ് പ്ലോട്ട് ലൈൻസ് ഏതിനെയാണ് സെൻറ്റേർഡ് ചെയ്യുന്നുള്ളത്? റൊമാൻറ്റിക് ഐഡിയാസിനെയാണ്. ഈ ഒരു റൊമാൻറ്റിക് ഐഡിയാസ് എന്നുള്ളത് സച്ച് ആസ് ഹൗ ട്രൂ ലവ് ഈസ് ഏബിൾ ടു സർമൗണ്ട് ഓൾ ഒബ്സ്റ്റാക്കിൾസ്. എങ്ങനെയാണ് ട്രൂ ലവ് എല്ലാ ഒബ്സ്റ്റാക്കിൾസിനെയും സർമൗണ്ട് ചെയ്യുക എന്നതിൻ്റെ ആ ഒരു ആബിളിനെ പറ്റിയിട്ടാണ് ഈ ഒരു റൊമാൻറ്റിക് കോമഡി എന്നുള്ള സബ് ഷോണറിൽ പറയുന്നുള്ളത്. ഇനി സ്ലാപ്സ്റ്റിക് കോമഡീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ലാപ്സ്റ്റിക് എന്നുള്ളത് ഇസ് എ സ്റ്റൈൽ ഓഫ് ഹ്യൂമർ. ഇതെന്താണ്? ഇസ് എ സ്റ്റൈൽ ഓഫ് ഹ്യൂമർ എന്നുള്ളത് ഇൻവോൾവ് ചെയ്യുന്നുള്ളത് എക്സഗ്രേറ്റഡ് ഫിസിക്കൽ ആക്ടിവിറ്റി that exceeds the boundaries of normal physical comedy. Slapstick എന്നുള്ളത് may involve both intentional violence and violence by mishap. പലപ്പോഴും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് ഫ്രം ഇനപ്റ്റ് യൂസ് ഓഫ് പ്രോപ്സ് സച്ച് ആസ് സേസ് ആൻഡ് ലാഡേഴ്സ്. ഫസ്റ്റ് റൊമാൻറ്റിക് കോമഡി ഫിലിം എന്നുള്ളത് ഗേൾസ് എന്ന മൂവിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റൊമാൻറ്റിക് കോമഡീൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് എൻഗേജിങ് ആൻഡ് എൻ്റർടൈനിങ് വിത്ത് ക്യാരക്ടേഴ്സ് ആൻഡ് സ്റ്റോറി ലൈൻസ്. ഇനി സ്ലാപ്സ്റ്റിക് കോമഡീൻ്റെ എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ ത്രീ സ്റ്റൂഡേഴ്സ്, ദ നേക്കഡ് ഗൺ ആൻഡ് ഓൾസോ മിസ്റ്റർ ബീനൊക്കെ സ്ലാപ്സ്റ്റിക് കോമഡീൻ്റെ എക്സാമ്പിൾസാണ്. ഫാദർ ഓഫ് റൊമാൻറ്റിക് കോമഡി എന്നുള്ളത് വില്യം ഷേക്സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. വില്യം ഷേക്സ്പിയർ എന്നുള്ള ആ ഒരു ഓതറാണ് ഈ ഒരു റൊമാൻറ്റിക് കോമഡി എന്നുള്ളത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സ് ആൻഡ് ഈസ് എ കീ ഫിഗർ ഇൻ ഹിസ്റ്ററി ഓഫ് സ്ലാപ്സ്റ്റിക് കോമഡി. ചാർലി ചാപ്ലിൻ എന്നുള്ളത് ഒരു സ്ലാപ്സ്റ്റിക് കൊമേഡിയനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്ലാപ്സ്റ്റിക് കോമഡി അതുപോലെ തന്നെ റൊമാൻറ്റിക് കോമഡിയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു രണ്ട് ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രണ്ട് ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.